എൻ്റെ ഒരു ദിവസത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് വരുന്നത് ദേ മക്കളെ ഇവിടെയാണ് ഇവിടെ. എൻ്റെ പുത്രിയെ പഠിപ്പിക്കാനിരിക്കുമ്പോൾ അയ്യോ അപ്പം ഞാൻ ഗംഗയും നാഗവല്ലിയും ഒക്കെ ആയിട്ട് മാറാറുണ്ട് കേട്ടോ. അവൾക്ക് വായിക്കാനും പഠിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ടേ ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് കടന്നു. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരുന്നു. ഏകദേശം എല്ലാ രാത്രികളും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ എൻ്റെത്. അവളെ പഠിപ്പിക്കുക, പിന്നെ എഡിറ്റിങ്, പിന്നെ ഇതേ ഫുഡ് കഴിക്കുക. മാക്സിമം ഞാൻ നേരത്തെ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ഒരു 8 മണിക്ക് മുന്നേ ഫുഡ് കഴിക്കണം എന്നാണ് എൻ്റെ ഒരിത്. എങ്ങനെ കഴിക്കാൻ ഞാൻ മാക്സിമം ഒക്കെ ശ്രമിക്കാം. സ്കൂൾ വിട്ട് മോള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കിടക്കുന്നത് വരെ ബിസി ആയിരിക്കും കേട്ടോ. രാവിലെ അവൾ പോകുന്നതിന് മുന്നേയും വൈകുന്നേരം അവൾ വന്നതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പണികൾ ഈ വീട്ടിലുണ്ടാകുന്നത്. കിച്ചണൊക്കെ ഒതുക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കഴിക്കാനുള്ള നമ്മുടെ ബദാം വെള്ളത്തിലേക്ക് ഇട്ട് പുതിർത്താൻ വെച്ചു. ശേഷം ചെറിയൊരു മസാജൊക്കെ കൊടുത്തിട്ട് എൻ്റെ ഹെയറൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടി വെച്ചു കേട്ടോ. പിന്നെ കണ്ണിനടിയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ ബദാം ഓയിലാണ്. നമ്മുടെ അണ്ടർ ഐ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ ഏറ്റവും നല്ല സാധനം കേട്ടോ. പിന്നെ കുറച്ച് വാസലിൻ കൊണ്ടുള്ള പ്രയോഗമാണ്. ഫുഡ് കെയറിൻ്റെ ഭാഗമായിട്ട് എന്നും വാസലിൻ തേച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക, അതാണ് എൻ്റെ ഒരു രീതി. പിന്നെ ഒരു പ്രാർത്ഥനയോടെ കിടക്കാൻ നോക്കി കേട്ടോ. അപ്പം ശരി, ഗുഡ് നൈറ്റ്.